വെൽക്കം ബാക്ക്. എല്ലാവർക്കും കെമിസ്ട്രിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ് കെമിസ്ട്രിയിലെ രണ്ടാമത്തെ പാഠമായ ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് മാറ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. The earth in which we live is rich in diverse substances. Most of these substances, which occur in different physical states, are mixtures and few others are pure substances. നമുക്ക് ചുറ്റുമുള്ള എല്ലാ സബ്സ്റ്റൻസുകളും ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലുള്ള സബ്സ്റ്റൻസുകളായാലും അവരൊക്കെ എന്താണ് മിക്സ്ചേഴ്സ് ആയിട്ടും ചിലർ പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ക്ലാസിഫൈ ദ സബ്സ്റ്റൻസസ് ടു യു ഇൻ ടു മിക്സ്ചേഴ്സ് ആൻഡ് പ്യുവർ സബ്സ്റ്റൻസസ്. ഡു യു സീ സച്ച് സബ്സ്റ്റൻസസ് ഇൻ ദ എബവ് പിക്ചർ? ഹൗ ആർ ദീസ് സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ്? ഇപ്പോൾ ഈ പിക്ചർ നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടു മിക്സ്ചേഴ്സും പ്യുവർ സബ്സ്റ്റൻസുകളുടെ എക്സാമ്പിൾ. മിക്സ്ചേഴ്സിൻ്റെ എക്സാമ്പിളാണ് സോയിൽ, സോഡ വാട്ടർ, സാൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ തുടങ്ങിയവരൊക്കെ. പ്യുവർ സബ്സ്റ്റൻസിൻ്റെ എക്സാമ്പിൾ ആയിരുന്നു ഗോൾഡ്, വാട്ടർ ഒക്കെ. സോ എങ്ങനെയായിരിക്കും ഈ സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കുന്നത്? Break a piece of sugar candy. Break the pieces thus obtained again into smaller pieces. Have you ever thought how small particles can be made into by breaking it? അപ്പോൾ നമ്മളൊരു ഷുഗർ ക്യാൻഡി എടുത്ത് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് വളരെ ചെറിയ പീസുകളാക്കാം അല്ലേ? വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. ഷുഗർ ക്യാൻഡി, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഗോൾഡ്, സിൽവർ എക്സെട്ര ആർ പ്യുവർ സബ്സ്റ്റൻസസ്. You know that particles in sugar candy and potassium permanganate solutions cannot be seen as they are extremely small. So നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആയി. പിന്നെ നമുക്ക് എന്താണ് നേരെ നമ്മുടെ കണ്ണ് ഉപയോഗിച്ച് നോക്കിയാൽ കാണാൻ പറ്റാത്തത്ര ചെറിയ പാർട്ടിക്കിൾസ് ആവും. Now let's carry out an experiment. Take 1 or 2 pieces of camphor in a china dish. Heat the china dish slowly. What do you observe? നമുക്കറിയാം ക്യാംഫർ എന്ന് പറയുന്ന ആൾ സബ്ലിമേറ്റ് ചെയ്യുന്ന ആളാണ്. സോ നമ്മൾ കർപ്പൂരത്തെ ചൂടാക്കിയാൽ എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ ചേഞ്ച്ഡ് ഇൻ ടു വേപ്പർ. വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ച് ഒക്കർ ടു ക്യാംഫർ? എന്ത് ചേഞ്ചാണ് ക്യാംഫറിന് നടക്കുന്നത്? ഫിസിക്കൽ ചേഞ്ച് അവിടെ നടക്കുന്നുണ്ട് അല്ലേ? ഫിസിക്കൽ ചേഞ്ചാണ് അവിടെ നടക്കുന്നത്. എന്താണ്? സോളിഡ് ഗ്യാസ് ആയിട്ട് മാറുകയാണ്. ഡു യു ഗെറ്റ് സ്മെൽ? നമുക്ക് സ്മെല്ല് കിട്ടും. ക്യാംഫർ കത്തിച്ചാൽ നമുക്ക് സ്മെല്ല് കിട്ടും. യെസ്. സോ അവിടെ ഒരു ചേഞ്ച് നടന്നു. എന്താണ്? സോളിഡ് സ്റ്റേറ്റ് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആയിട്ട് മാറി, അതായത് സബ്ലിമേഷൻ നടന്നു. അവിടെ ഒരു ഫേസ് ചേഞ്ച് നടന്നിട്ടുണ്ട്. ഡസ് ദ സ്മെൽ ലിങ്കർ ഈവൻ ആഫ്റ്റർ ദ ക്യാംഫർ ഹാസ് ഡിസപ്പിയർഡ് കംപ്ലീറ്റ്ലി? അപ്പോൾ നമുക്ക് നമ്മുടെ റൂമിൽ ക്യാംഫർ കംപ്ലീറ്റ് കത്തി തീർന്നാലും ഇതിൻ്റെ സ്മെല്ല് നിലനിൽക്കും അല്ലേ? ഹിയർ ഓൾസോ ദ പാർട്ടിക്കിൾസ് ഓഫ് ക്യാംഫർ ആർ നോട്ട് വിസിബിൾ. പക്ഷെ നമുക്ക് ക്യാംഫറിൻ്റെ പാർട്ടിക്കിൾസ് വിസിബിൾ അല്ല, എന്നാലും നമുക്ക് ആ സ്മെല്ല് ഫീൽ ചെയ്യാം. നൗ ക്യാൻ യു ഇൻഫർ ദാറ്റ് ക്യാംഫർ ഹാസ് സ്പ്രെഡ് ഇൻ ദ എയർ ഹാസ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ്? അപ്പോൾ നമുക്ക് നമ്മുടെ നേക്കഡായി ഉപയോഗിച്ച് കാണാൻ പറ്റാത്ത തരത്തിൽ അത്രയും സ്മോൾ പാർട്ടിക്കിൾസ് ആയിട്ട് ക്യാംഫർ നമ്മുടെ ചുറ്റും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഈസ് ഇൻ ദ സെയിം ദാറ്റ് ഹാപ്പൻസ് വെൻ വാട്ടർ ടേക്കൺ ഇൻ വാച്ച് ഗ്ലാസ് ഇവാപ്പറേറ്റ്സ്? ഇതേപോലെ തന്നെയല്ലേ വാട്ടർ നമ്മൾ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവാപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്നത്? നമുക്ക് ചുറ്റുമുള്ള എയറിലേക്ക് സ്മോൾ പാർട്ടിക്കിൾസ് ആയിട്ട് ഡിസോൾവ് ആയിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആകുന്നു. It may therefore be learned that all the substances like sugar candy, potassium permanganate, water, camphor are made up of minute particles. So we can say ഈ ഓരോ സബ്സ്റ്റൻസുകളും നമ്മൾ ഡിവൈഡ് ചെയ്ത് വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് മാറ്റാം അല്ലേ? അപ്പോൾ ഇവരെ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കൂടി ചേർന്നിട്ടാണ് ഇവരെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. Similarly, pure substances like gold, silver, etc. are also made up of extremely small particles. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് ചുറ്റുമുള്ള ഗോൾഡ്, സിൽവർ തുടങ്ങിയുള്ള പ്യുവർ സബ്സ്റ്റൻസുകളും വളരെ സ്മോൾ പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ക്യാൻ പ്യുവർ സബ്സ്റ്റൻസസ് ബി ഫർദർ ഡികമ്പോസ്ഡ്? പ്യുവർ സബ്സ്റ്റൻസിനെ നമുക്ക് ഡീകമ്പോസ് ചെയ്യാൻ പറ്റുമോ? അതായത് പുതിയ പാർട്ടിക്കിൾസ് ഉണ്ടാക്കാൻ പറ്റുമോ? ഫിൽ 1/4 of a boiling tube with a sugar and close it with a cotton. Then hit the boiling tube strongly. What can be observed? What is seen on the sides of the boiling tube? അപ്പോൾ നമ്മൾ ഒരു ബോയിലിംഗ് ട്യൂബിൽ കുറച്ച് ഷുഗർ എടുത്ത് നമുക്ക് തന്നെ ചെയ്ത് നോക്കാം. ഒരു സ്പൂണിൽ കുറച്ച് ഷുഗർ എടുത്തിട്ട് നമ്മളൊന്ന് ചൂടാക്കി നോക്കുക. ഒരു ക്യാൻഡിൽ ഫ്ലെയിമിൻ്റെ മേലെയോ ഗ്യാസ് സ്റ്റൗവിൻ്റെ മേലെയോ പിടിച്ച് ചൂടാക്കി നോക്കുക. കൈ പൊള്ളാതെ ചൂടാക്കി നോക്കുമ്പോൾ നമുക്ക് കാണാം അതിനകത്ത് നിന്ന് വേപ്പർ വരുന്ന കാണാം. പിന്നെ അതിനുശേഷം വൈറ്റ് ആയിരുന്ന ഷുഗർ ബ്ലാക്ക് സബ്സ്റ്റൻസ് ആയിട്ട് മാറി അല്ലേ? സോ എന്തായിരിക്കും നമുക്ക് അതിനകത്ത് വേപ്പർ പോലെ വരുന്ന കാണാം? വാട്ടർ വേപ്പർ ആയിരിക്കും. സോ ഷുഗറിനകത്ത് എന്താണ്? വാട്ടർ ഉണ്ടാകാം,
water vapor. What are the substances obtained by heating sugar? Sugar heat ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടി? We saw vapors and a black substance. What will be the black substance? It will be carbon and water vapor. Now you know that carbon and water are the components of sugar. അപ്പോൾ നമുക്ക് മനസ്സിലായി ഷുഗറിനെ ഹീറ്റ് ചെയ്താൽ കാർബണും വാട്ടർ വേപ്പറും കിട്ടും. So carbon and water are the components of sugar. Carbon obtained by heating sugar cannot be further divided. നമുക്ക് ഈ ഹീറ്റ് ചെയ്ത് കിട്ടുന്ന കാർബണിനെ നമുക്ക് പിന്നെ എന്ത് ചെയ്താലും വേറൊരു ഷേപ്പിൽ വേറൊരു ഫോമിലേക്ക് മാറ്റാൻ പറ്റില്ല. But in 1806, Sir Humphrey Davy discovered that when electricity is passed through water, it splits into hydrogen and oxygen. സോ കാർബണെ നമുക്ക് വേറെ ഫോമിലേക്ക് മാറ്റാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വാട്ടർ വേപ്പറിനെ നമുക്ക് അല്ലെങ്കിൽ വാട്ടറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാമെന്ന് മനസ്സിലായി. എങ്ങനെ? ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ വാട്ടറിലെ കമ്പോണൻസ് ആയ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ മനസ്സിലായി. ഇൻഫാക്ട് ഡേവീസ് ഫൈൻഡിങ്സ് വാസ് മെയ്ഡ് പോസിബിൾ ബൈ ദ ഡിസ്കവറി ഓഫ് ഹെൻറി കാവൻഡിഷ് ദാറ്റ് ഹൈഡ്രജൻ ബേൺസ് ഇൻ ഓക്സിജൻ ടു ഗീവ് വാട്ടർ. സോ അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ഹെൻറി കാവൻഡിഷിൻ്റെ ഡിസ്കവറി. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്താൽ നമുക്ക് വാട്ടർ കിട്ടുമെന്ന് മനസ്സിലായി. ഷുഗർ എ പ്യൂർ സബ്സ്റ്റൻസ് ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻ ടു കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. സോ നമുക്ക് ഷുഗറിനെ എങ്ങനെയായിരുന്നു ഡിവൈഡ് ചെയ്തത്? കാർബൺ ആൻഡ് വാട്ടർ വേപ്പർ. സോ നമുക്കിനി പറയാം ഷുഗറിനെ നമുക്ക് ഡിവൈഡ് ചെയ്താൽ എന്തൊക്കെയാണ് കിട്ടുക? കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. സിമിലർലി അനദർ പ്യൂർ സബ്സ്റ്റൻസ് വാട്ടർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. സോ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആയിട്ട് വാട്ടറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. At the same time, pure substances like carbon, hydrogen, oxygen, gold, and silver cannot be further divided into its components by chemical reaction. പക്ഷേ നമുക്ക് ഷുഗറിനെ മാറ്റാൻ പറ്റി, വാട്ടറിനെ സിമ്പിൾ കോമ്പോണൻസ് ആക്കി മാറ്റാൻ പറ്റി. അതേപോലെ പക്ഷേ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഗോൾഡ്, സിൽവർ ഇവരൊന്നും മാറ്റാൻ പറ്റില്ല. എന്തുകൊണ്ടായിരിക്കും? ഇവരും പ്യുവർ സബ്സ്റ്റൻസ് തന്നെയാണ്. എന്തുകൊണ്ട് അവരെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല? നോക്കാം. എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. Don't you now realize that pure substances are of two kinds? അപ്പോൾ നമുക്ക് മനസ്സിലായി പ്യുവർ സബ്സ്റ്റൻസ് രണ്ട് കൈൻഡ് ഉണ്ട്. ഒന്നിനെ നമുക്ക് പുതിയ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുണ്ട്, ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുമാണ്. ഓഫ് ദീസ് the pure substances which cannot be further decomposed through chemical process are called elements. നമുക്ക് ഫർദർ കെമിക്കൽ പ്രോസസ്സിലൂടെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റാത്തവരെ എലമെന്റ്സ് എന്നാണ് വിളിക്കുക. ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഓഫ് എലമെന്റ്സ് ആൻഡ് ലിസ്റ്റ് ദം. അപ്പോൾ നമുക്ക് എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, ഗോൾഡ്, സിൽവർ. ഇതൊക്കെ എലമെന്റ്സിന്റെ എക്സാമ്പിൾ ആണ്. ഇതൊക്കെയാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഗോൾഡ്, സിൽവർ. ഇതൊക്കെ എലമെന്റ്സിന്റെ എക്സാമ്പിൾ ആണ്. സോ ഇതിനകത്തൊന്നും മറ്റ് കോമ്പോണൻസ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. Compounds that are pure substances formed from two or more elements through chemical combination. Compounds are pure substances formed from two or more elements through chemical composition. എന്താണ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്? കെമിക്കൽ കോമ്പോസിഷൻ വഴി രണ്ടോ അതിലധികമോ എലമെന്റ്സ് കമ്പൈൻ ചെയ്തതാണ്. രണ്ടോ അതിലധികമോ എലമെന്റ്സ്. ഇപ്പോൾ എക്സാമ്പിൾ വാട്ടറിന്റെ കേസ്. വാട്ടർ എന്തൊക്കെയാണ്? വാട്ടർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് വാട്ടർ കിട്ടുന്നത്. ടു ഓർ മോർ കോമ്പൗണ്ട്സ്. ഷുഗർ എന്തിൻ്റെയൊക്കെ കമ്പോണൻസ് ആണ്? ഷുഗർ കണ്ടെയ്ൻസ് ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് കാർബൺ. 3 കോമ്പൗണ്ട്സ് ഉണ്ട്. രണ്ടോ അതിലധികമോ കോമ്പൗണ്ട്സ് കമ്പൈൻ ചെയ്താലാണ് നമുക്ക് കോമ്പൗണ്ട് കിട്ടുക. കോമ്പൗണ്ട്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെന്റ്സ് ത്രൂ സ്യൂട്ടബിൾ കെമിക്കൽ പ്രോസസ്. ഈ കോമ്പൗണ്ട്സിന് വന്ന് നമുക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെന്റ്സിനെ കിട്ടും. എങ്ങനെ? ത്രൂ കെമിക്കൽ പ്രോസസ്. ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഓഫ് കോമ്പൗണ്ട്സ് ആൻഡ് നോട്ട് ദം ഡൗൺ ഇൻ സയൻസ് ഡയറി. നമുക്ക് ചുറ്റുമുള്ള കോമ്പൗണ്ട്സുകൾ ഏതൊക്കെയാണ്? വാട്ടർ, ഷുഗർ, സാൾട്ട് സൊല്യൂഷൻ. നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ കോമ്പൗണ്ട്സ് ഉണ്ട്. സോയിൽ ഒക്കെ കോമ്പൗണ്ട്സ് ആണ്. Then we can say elements are pure substances which cannot be split into simple components through chemical processes, while compounds are substances formed by the combination of two or more elements through chemical reaction. So നമുക്ക് രണ്ട് ടേംസ് കിട്ടി. What are elements and what are compounds? എലമെന്റ്സിനെ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്തവരാണ്. കോമ്പൗണ്ട്സിനെ നമുക്ക് ഫർദർ
സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നവരാണ്. പക്ഷെ ഇവർ രണ്ടുപേരും എന്താണ്, ദേ ബോത്ത് ആർ പ്യുവർ സബ്സ്റ്റൻസസ്. ഇനി എലമെന്റ്സ്. എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ. ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ നെയിം കിട്ടിയത്? സോ വി ആർ ഗോയിങ് ടു ബി ഫെമിലിയർ അബൌട്ട് സം elements and their names. Origin of names of elements. Have you ever thought how each element got its name? എങ്ങനെയാണ് ഓരോ എലമെന്റ്സിനും പേര് കിട്ടിയത്? In past, the elements were named after places, countries, continents, characteristic properties, scientists, planets, satellites, etc. അപ്പോൾ ചുറ്റുവട്ടത്തുള്ള ബാക്കി കാര്യങ്ങൾ, സ്ഥലമായിക്കോട്ടെ, രാജ്യങ്ങളുടെ പേരായിക്കോട്ടെ, കോണ്ടിനെൻസ് ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ചില എലമെന്റ്സിന് പേര് കൊടുത്തത്. Note some of the examples given below. Element polonium. The basis of naming is Poland. കൺട്രീനെ ബേസ് ചെയ്തിട്ടാണ്. ക്യൂരിയം, മേരി ക്യൂരി. സയൻറ്റിസ്റ്റിൻ്റെ നെയിമിനെ ബേസ് ചെയ്തിട്ടാണ്. ക്രോമിയം, ബേസിസ് ഓഫ് നെയിം ക്രോം, കളറാണ്. ഇൻഡിയം, ഇൻഡിഗോ, കളറിനെ ബേസ് ചെയ്തിട്ടാണ്. ക്ലോറിൻ, ക്ലോറോ, കളറാണ്. നെപ്റ്റ്യൂണിയം, നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന പ്ലാനറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. യൂറോപ്പിയം, യൂറോപ്പ് എന്ന് പറയുന്ന കോണ്ടിനെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇവരുടെയൊക്കെ പേര് വന്നിരിക്കുന്നത്. ഫൈൻഡ് ദ ബേസിസ് ഫോർ ഗിവിംഗ് നെയിംസ് ടു ദ എലമെന്റ്സ് ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. അപ്പോൾ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്തിൻ്റെ ബേസിലായിരിക്കും പേര് വന്നിട്ടുണ്ടാകുന്നത്. എങ്ങനെ പറയാൻ പറ്റും? അമരീഷ്യം, ഹൗ ക്യാൻ ബി, എങ്ങനെയായിരിക്കും പേര് വന്നിട്ടുണ്ടാകുക? ഫ്രം ദ നെയിം അമേരിക്ക. ഓക്കെ, ഫ്രാൻസിയം എന്തിൻ്റെ ബേസിലായിരിക്കും? ഫ്രാൻസ് എന്ന് പറയുന്ന കൺട്രിയുടെ നെയിമിൻ്റെ ബേസിലായിരിക്കും അല്ലേ? റുബീഡിയം, റുബീഡിയത്തിൻ്റെ നെയിം എങ്ങനെയാണ് വന്നത്? റുബീഡിയത്തിൻ്റെ നെയിം വന്നത് ഡീപ്പ് റെഡ് കളറിനെ ബേസ് ചെയ്തിട്ടാണ്. വാട്ട് ഈസ്, എങ്ങനെയാണ് റുബീഡിയത്തിൻ്റെ പേര് വന്നത്? ഡീപ്പ് റെഡ് കളറുള്ള കളറിനെ ബേസ് ചെയ്തിട്ടാണ് പേര് വന്നത്. ദെൻ പ്ലൂട്ടോണിയം, പ്ലൂട്ടോ എന്ന് പറയുന്ന പ്ലാനറ്റ്, പണ്ട് പ്ലാനറ്റ് ആയിരുന്നു, പ്ലൂട്ടോ എന്ന് പറയുന്ന നെയിമിൽ നിന്നാണ് വന്നത്. ടൈറ്റേനിയം ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു ക്യാരക്ടറാണ് ടൈറ്റൻ, അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് വന്നത്. മെന്റലീവിയം എന്ന് പറയുന്നത്, മെന്റലീവ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ നെയിമാണ്, നെയിം ഓഫ് സയൻറ്റിസ്റ്റാണ്. മെന്റലീവ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ നെയിമിൽ നിന്നാണ്. പീരിയോഡിക് ടേബിളിൻ്റെ ഫാദറാണ്. ദെൻ റൂദർഫോർഡിയം എന്ന് പറയുന്നത്, റൂദർഫോർഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ നെയിമിൽ ബേസ് ചെയ്തിട്ടാണ്. സോ എലമെൻസിൻ്റെ നെയിമിൻ്റെ ബേസിസ് നമ്മൾ കണ്ടു. ഒന്നെങ്കിൽ പ്ലേസസ് ആകാം, പ്ലാനറ്റ്സ് ആകാം, ക്യാരക്ടറിസ്റ്റിക്സ് ആകാം, കോണ്ടിനെൻസിൻ്റെ പേരാകാം, അത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ആകാം, ഇനി വേറെ സയൻറ്റിസ്റ്റിനെ ഹോണർ ചെയ്യുന്നതിൻ്റെ ബേസിസിലാകാം എലമെൻസിൻ്റെ പേര് വന്നിട്ടുണ്ടാകുക. സിമ്പിൾസ്, ഇപ്പോൾ നമ്മൾ ഒരു മാത്സിലൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം പ്ലസ് അഡീഷൻ നമ്മൾ പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്യും. സബ്സ്ട്രാക്ഷൻ മൈനസ്, ഡിവൈഡ്, മൾട്ടിപ്ലിക്കേഷൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു തുടങ്ങിയ എല്ലാ കാര്യത്തിനും നമ്മൾ സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആംഗിളിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ആംഗിൾ എ ബി സി എന്നാണ് എഴുതുക അല്ലേ? ആംഗിൾ എ ഓർ ആംഗിൾ ബി ഓർ ആംഗിൾ സി അങ്ങനെയാണ് എഴുതുക, അല്ലാണ്ട് ഇംഗ്ലീഷിൽ ആംഗിൾ ഇടേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ എലമെൻസിനെ നമ്മൾ സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് സിമ്പിൾസ് കൊടുത്തിരിക്കുന്ന എലമെൻസ്, എങ്ങനെയാണ് സിമ്പിൾസ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. സിമ്പിൾസ് ആർ യൂസ്ഡ് ഫോർ റെപ്രസെൻറ്റിങ് എലമെൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ സിമ്പിൾസ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾസ് ആർ അസൈൻ ടു എലമെൻറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് വേസ്. പല രീതിയിലുള്ള സിമ്പിൾസ് അസൈൻ ചെയ്തിട്ടുണ്ട്. നോക്കാം. ലുക്ക് അറ്റ് എക്സാമ്പിൾ ഗിവൺ. രണ്ടുമൂന്ന് എക്സാമ്പിൾസ് നോക്കാം. കാർബൺ സിമ്പിൾ സി ആണ്, ഓക്സിജൻ O, നൈട്രജൻ N, ഹൈഡ്രജൻ H, സൾഫർ S. അപ്പോൾ എന്തിൻ്റെ ബേസിലാണ് നമ്മൾ പേര് നോക്കിയാൽ ഫസ്റ്റ് ലെറ്റേഴ്സ് ആണ് അല്ലേ? ഫസ്റ്റ് ലെറ്റർ ആണ് ഇവിടെ സിമ്പിൾ ആയിട്ട്. ഇനി ഓക്സിജൻ എഴുതുന്നതിന് പകരം O എന്ന് എഴുതിയാൽ മതി. ബട്ട് ഒരു ഡിഫറൻസ് ഉണ്ട്, ഓക്സിജൻ്റെ O, നൈട്രജൻ എന്ന് എഴുതുന്നതിന് പകരം N എന്ന് എഴുതിയാൽ മതി. സ്മോൾ ലെറ്റർ എന്നാണോ? നോ. സ്മോൾ ലെറ്റർ എന്ന് എഴുതിയാൽ നമുക്ക് നൈട്രജൻ എന്ന് പറയില്ല, ക്യാപിറ്റൽ ലെറ്റർ എന്ന് എഴുതണം. ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ സിമ്പിളിൻ്റെ സ്റ്റാർട്ട് ചെയ്യണം. The first letter of the English name is used as symbol for the elements in the table. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിലാകെ 26 ലെറ്റേഴ്സ് ഉള്ളൂ. അപ്പോൾ 26 എലമെൻസിനെ നമുക്ക് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. Capital letters are used as symbols, but for some elements along with the first letter, second or another prominent letter is also used in the symbol as a small letter. അപ്പോൾ എന്താണ്, ചില എലമെൻസിൻ്റെ പേര് ഫസ്റ്റ് ലെറ്റർ പ്ലസ് അനദർ പ്രോമിനൻറ്റ് ലെറ്റർ ആണ്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. നമുക്ക് പ്രോമിനൻറ്റ് ലെറ്റർ എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം, വളരെ എളുപ്പമായിട്ട് പറയുന്ന സാധനമാണ്.
നോളജ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. അത് കെ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യാറില്ല, അതായത് ഉച്ചാരിക്കുമ്പോൾ യൂസ് ചെയ്യാത്ത ലെറ്ററാണ്. പ്രോമിനന്റ് ലെറ്റർ എൻ ആണ്, നോ. സിമിലർലി നോക്കാം, കാൽസ്യം സിമ്പിൾ സി എ ആണ്. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ, സെക്കൻഡ് ലെറ്റർ സ്മോൾ ലെറ്റർ, കാൽസ്യം സി എ. ക്ലോറിൻ സിമ്പിൾ സി എൽ, സെക്കൻഡ് ലെറ്റർ അല്ല വന്നത്, തേർഡ് ലെറ്റർ ആണ്. കാരണം എന്താണ്, ക്ലോറിൻ എന്ന് പറയുമ്പോൾ എച്ച് സൈലന്റ് ആണ്, പ്രോമിനന്റ് ലെറ്റർ എൽ ആണ്. സോ സി എൽ, സി സ്മോൾ ലെറ്റർ എൽ. ക്രോമിയം എച്ച് സൈലന്റ് ആണ്, സോ സി ആർ. ബ്രോമിൻ ഫസ്റ്റ് ടു ലെറ്റേഴ്സ് ബി ആർ, ബെറീലിയം ഫസ്റ്റ് ടു ലെറ്റേഴ്സ് ബി ഇ. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ സിമ്പിളുകൾ കിട്ടി, ഒന്നെങ്കിൽ ഫസ്റ്റ് ലെറ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റർ പ്ലസ് പ്രോമിനന്റ് ലെറ്റർ. ദ സിമ്പിൾസ് ഓഫ് സം എലമെന്റ്സ് ഹാവ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ നെയിംസ്. ചില എലമെന്റ്സിന്റെ പേര് ലാറ്റിൻ നെയിംസിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നോക്കാം, സോഡിയം, പിന്നെ ലാറ്റിൻ നെയിം നേട്രിയം ആണ്, സിമ്പിൾ എൻ എ. പൊട്ടാസ്യം, കാലിയം ആണ് ലാറ്റിനിൽ അറിയപ്പെടുന്നത്, സോ ഫസ്റ്റ് ലെറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കെ. കോപ്പർ, കുപ്രം, സി യു ആണ് സിമ്പിൾ. അയൺ, ഫെറം എന്നാണ് ലാറ്റിൻ നെയിമിന്, സോ എഫ് ഇ എന്ന സിമ്പിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എലമെന്റ്സിന്റെ നെയിമിങ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ്, 3 മെത്തേഡുകളുണ്ട്. ഒന്നെങ്കിൽ ഫസ്റ്റ് ലെറ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റർ പ്ലസ് പ്രോമിനന്റ് ലെറ്റർ, അല്ലെങ്കിൽ ലാറ്റിൻ നെയിമിൽ നിന്ന് നമ്മൾ നെയിം സ്വീകരിക്കുന്നു, സിമ്പിൾ യൂസ് ചെയ്യുന്നു. ദ പീരിയോഡിക് ടേബിൾ ഓഫ് എലമെന്റ് ഇൻ ദ എലമെന്റ്സ് ഈസ് ഗിവൺ ഇൻ ദ പിക്ചർ 5.2. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് പേജിലുണ്ട് ഈ പീരിയോഡിക് ടേബിളിന്റെ പിക്ചർ. നമുക്കൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം എന്തൊക്കെ എലമെന്റ്സ് നമുക്ക് ഫെമിലിയർ ആയിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ഫെമിലിയർ ആയിട്ടുള്ള? ഹൈഡ്രജൻ, ഹീലിയം, ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ, അലൂമിനിയം, സിങ്ക്, അയൺ, ഗോൾഡ്, സിൽവർ ആൻഡ് ഗോൾഡ്. അങ്ങനെ കുറേ എലമെന്റ്സ് നമുക്ക് ഫെമിലിയർ ആയവരുണ്ട്. അപ്പോൾ എലമെന്റ്സ് ഫെമിലിയർ ആയ കുറേ പേരുണ്ട്. ദ എലമെന്റ്സ് വിച്ച് യു ഹാവ് ആക്ച്വലി സീൻ, നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? നമ്മൾ അയണിനെ കണ്ടിട്ടുണ്ടാവും അല്ലേ, അതേപോലെ തന്നെ ഗോൾഡിനെ കണ്ടിട്ടുണ്ട്, സിൽവറിനെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഓരോ എലമെന്റിനെ നമ്മൾ കണ്ടിട്ടില്ല, അതുണ്ടാകുന്ന വലിയൊരു സ്ട്രക്ചറാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അല്ലേ. ദ എലമെന്റ്സ് വിച്ച് ആർ മോർ യൂസ്ഫുൾ ഇൻ അവർ ഡെയിലി ലൈഫ്. നമുക്ക് ഡെയിലി ലൈഫിൽ ഏറ്റവും യൂസ്ഫുൾ ആയ സാധനം ഓക്സിജൻ, അയൺ തുടങ്ങിയവരൊക്കെയാണ് അല്ലേ. ലിസ്റ്റ് സെപ്പറേറ്റ്ലി സം എലമെന്റ്സ് വിച്ച് എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ, ലിക്വിഡ് സ്റ്റേറ്റിൽ, ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എലമെന്റ്സിന്, സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എലമെന്റ്സ് ഈ കളറിൽ കാണുന്നത് ഫുള്ള് സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എലമെന്റ്സ് ആണ്. മെജോറിറ്റി സോളിഡ് സ്റ്റേറ്റിലാണ്. ദെൻ ലിക്വിഡ് സ്റ്റേറ്റിൽ 3 പേരാണുള്ളത്, ബ്രോമിൻ, മെർക്കുറി ആൻഡ് കോപ്പർനീഷ്യം. ഗാലിയം കൂടി ലിക്വിഡ് ആണ്. എപ്പോൾ ഗാലിയം 30°C മേലെ ആകുമ്പോഴാണ് ലിക്വിഡ്. 30°C വരെ അത് സോളിഡ് സ്റ്റേറ്റിലാണ്. സോ നമ്മുടെ ഇവിടുത്തെ കണ്ടീഷനിൽ ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഗാലിയം എക്സിസ്റ്റ് ചെയ്യുക. സോ നമുക്ക് പഠിക്കാനുള്ള മെയിൻ 3 ലിക്വിഡ് സ്റ്റേറ്റിലുള്ളവരാണ് ബ്രോമിൻ, മെർക്കുറി ആൻഡ് ഗാലിയം. മെർക്കുറി നമ്മൾ തെർമോമീറ്ററിൽ യൂസ് ചെയ്യുന്ന. ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ ഗ്രീൻ കളറിൽ കാണിക്കുന്നതാണ് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ ഹൈഡ്രജൻ, ഹീലിയം, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ആർഗൺ തുടങ്ങിയ എല്ലാവരും ഗ്യാസസ് ആണ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള 3 പേരാണ്. ആരൊക്കെ? മെർക്കുറി ആൻഡ് ബ്രോമിൻ ഓൾവേസ് ലിക്വിഡ് ആയിരിക്കും. അറ്റ് റൂം ടെമ്പറേച്ചറിൽ ഗാലിയം ലിക്വിഡ് സ്റ്റേറ്റിലാണ്. നമ്മുടെ 30°C ആകുമ്പോൾ ഗാലിയം ലിക്വിഡ് സ്റ്റേറ്റിലാണ്. 30°യുടെ താഴെയാണെങ്കിൽ ഗാലിയം സോളിഡ് സ്റ്റേറ്റിലാണ്. അതായത് നമ്മുടെ കൈയുടെ അകത്ത് വെച്ചാൽ ഗാലിയം മെൽറ്റ് ചെയ്തു, കാരണം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മോർ ദാൻ 30°C ആയതുകൊണ്ട് നമ്മുടെ കൈക്കകത്ത് വെച്ചാൽ ഗാലിയം മെൽറ്റ് ചെയ്യും.